ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു ടി സ്ക്വയർ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിവൈസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 2021 ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. TP-Linkൻ്റെ ഒരു വൈഫൈ എക്സ്റ്റൻഡർ N300 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈഫൈ എക്സ്റ്റൻഡറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. സോ അതേ കാറ്റഗറിയിൽ വരുന്ന, അതേ നെറ്റ്വർക്കിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിവൈസാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല, ലൈക്ക് നിങ്ങളൊരു ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനായിട്ട് എടുത്തിട്ടില്ല, പക്ഷേ സിമ്മിന് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്, എന്നാൽ നിങ്ങൾക്കൊരു സ്ഥിരമായിട്ടൊരു ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ഒരു ആക്സസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വൈഫൈ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ് ഈ ഹൈഫോക്കസിൻ്റെ നമ്മുടെ LTE 4G സിം റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളെന്ന് പരിചയപ്പെടാം. ആൻഡ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കാം. സോ നമുക്കിതിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്, നമുക്കിതിൻ്റെ ഒരു മോഡൽ നമ്പർ നമുക്ക് ആദ്യം പറയാം. ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ നമ്പർ എന്ന് പറയുന്നത് HF-R140-40-5G എന്നാണ് ഈ ഒരു ഡിവൈസിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ നമ്പർ വെച്ചിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം, എങ്കിലും അതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു വാൻ അല്ലെങ്കിൽ ലാൻഡ് പോർട്ടും 3 ലാൻഡ് പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു റൗട്ടറാണ് ഈ ഹൈഫോക്കസിൻ്റെ റൗട്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡിവൈസസ്, ലാപ്ടോപ്സ് ആണെങ്കിലും സിസ്റ്റംസ് ആണെങ്കിലൊക്കെ തന്നെ നമുക്ക് വയർഡായിട്ട് തന്നെ ഈ ഡിവൈസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും പോർട്ടുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പൊതുവേ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള റൗട്ടറിലൊക്കെ 2 ലാൻഡ് പോർട്ടുകളാണ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിൽ ഒരുപാട് പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് കണക്ട് ചെയ്യാൻ. സുഖമായിട്ട് തന്നെ നമുക്ക് ഡിവൈസസ് വയർഡായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ വളരെ ലോങ് റേഞ്ച് കണക്ടിവിറ്റിയാണ് നമുക്ക് വൈഫൈയുടെ കേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഓൾസോ 150 Mbps വരെ നമുക്ക് ഈ ഒരു സ്പീഡ്, ഒരു മാക്സിമം സ്പീഡ് നമുക്ക് 150 Mbps വരെ നമുക്കുണ്ടെന്ന് പറയാൻ പറ്റും. സോ അത്യാവശ്യം ഡീസൻറ്റ് സ്പീഡ് തന്നെയാണ്. 150 Mbps എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു സ്പീഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, 4 കൊമ്പ് കാണാൻ പറ്റുന്നുണ്ട്. അറിയാം, ആൻറ്റിനാസ് ആണ്. ഇതിൽ 2 ആൻറ്റിന എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈയുടെ ആൻറ്റിനാസ് ആണ്. നമ്മുടെ പുറത്തോട്ടുള്ള ഡിവൈസിന് വൈഫൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിനാസ് ആണ് 2 എന്ന് പറയുന്നത്. ബാക്കി 2 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സിം ഇടുന്നത്, ദാറ്റ് ഈസ് LTEയുടെ ആൻറ്റിനാസ് ആണ്. ബാക്കി 2 നമുക്ക് റേഞ്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിനാസ് ആണ് ബാക്കി LTE ആൻറ്റിനാസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ 4 ആൻറ്റിനാസ്, 2 വൈഫൈക്കും 2 LTEക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് ഫയർവാൾ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു റൗട്ടറിൻ്റെ പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോർട്ട് ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു റൗട്ടറിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ റൗട്ടറിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോർട്ട് ഫിൽറ്ററിംഗ് ഒന്നുമില്ല, നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ്. നമുക്കൊരു പർട്ടിക്കുലർ പോർട്ടിനെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡാറ്റ ഒരു ബാൻഡിനെ നമ്മൾ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അലോ ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പോർട്ട് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്ട് 21, ദാറ്റ് ഈസ് FTP ആണ്, ദാറ്റ് ഈസ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ പോർട്ടാണ് പോർട്ട് 21 എന്ന് പറയുന്നത്. നമ്മൾ ആ പോർട്ട് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഫയൽ ട്രാൻസ്ഫേഴ്സ് ഒന്നും ഈ നെറ്റ്വർക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പോർട്ട് 80 പിന്നെ 443 ഒക്കെ നമ്മൾ അലോ ചെയ്യണം. നമ്മൾ അത് മാത്രം അലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ആകെ വെബ് ട്രാഫിക് മാത്രമേ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വെബ് ട്രാഫിക്കിന് മാത്രമായിട്ടുള്ള പോർട്ടുകളാണ് 443 എന്നൊക്കെ പറയുന്നത്. HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, HTTPS. സോ അത്തരത്തിൽ നമുക്ക് പോർട്ട് ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു റൗട്ടറാണ് ഈ ഒരു റൗട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡിവൈസ് എന്ന് പറയുന്നത്. പോർട്ട് ഫിൽറ്ററിംഗ് കഴിഞ്ഞാൽ പിന്നെ അത് പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമ്മളിത് തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ESP32 CAM മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഒരു CCTVയുടെ ബേസിക് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഡിവൈസാണ് നമ്മൾ മെൻഷൻ ചെയ്ത കാര്യമാണ്. ആ പർട്ടിക്കുലർ ഡിവൈസ് നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ നെറ്റ്വർക്കിൽ നിന്ന് നമ്മുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നെറ്റ്വർക്കിലെ ട്രാഫിക് നമ്മൾ പുറത്തോട്ട് റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് പോർട്ട് ഫോർവേഡിങ്ങിനെ പറയാൻ പറ്റും. സോ അത് നമ്മൾ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ റെലവൻസ് മെൻഷൻ ചെയ്തതാണ് ഒരു വീഡിയോയിൽ. സോ പോർട്ട് ഫോർവേഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൗട്ടറാണിത്. ദെൻ യൂണിവേഴ്സൽ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് UPnP എന്ന് പറയുന്നത്. നമ്മൾ ഈ പോർട്ട് ഫോർവേഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ UPnP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ UPnP കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് കൺസോൾ ലൈക്ക് പ്ലേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കറിയാം എന്താണ്, പ്ലേ സ്റ്റേഷൻ ആയിക്കോട്ടെ, ഗെയിമിംഗ് കൺസോൾസ് അല്ലെങ്കിൽ IP ക്യാമറാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈനാമിക്കലി കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലെയർ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്കലി നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക്കായിട്ട് ബോട്ട് ഫോർവേഡിംഗ് മാനേജ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് UPnP എന്ന് പറയുന്നത്. സോ അതും നമുക്ക് ഈ ഒരു റൗട്ടറിൽ അവൈലബിൾ ആണ്. ദെൻ
മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് DMZ, ദാറ്റ് ഈസ് ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ പേര് കേട്ടാൽ തന്നെ പറയാൻ മിലിറ്ററി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡിഫൻസിനാണ് നമ്മൾ മിലിറ്ററി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡീമിലിറ്ററൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമ്മൾ മിലിറ്ററി ഇല്ല, ദാറ്റ് ഈസ് അവിടെ സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളവിടെ ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ നിർത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നമ്മളൊരു പർട്ടിക്കുലർ സോൺ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നെറ്റ്വർക്കിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്ത് വയ്ക്കും. പുറത്തെ നെറ്റ്വർക്ക് എക്സ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ DMZ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DMZ എന്ന് പറയുന്നത്. സോ ഈ DMZയും അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസാണ് ഹൈഫോക്കസിൻ്റെ ഒരു റൗട്ടർ എന്ന് പറയുന്നത്. DMZ അത്ര സേഫ് അല്ല, പുറത്തുനിന്നുള്ള അറ്റാക്സിന് വൾണറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എനി ഹൗ പോർട്ട് ഫോർവേഡിങ്, പോർട്ട് ഫിൽറ്ററിങ്, DMZ, UPnP പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റൗട്ടറാണ് നമ്മുടെ ഹൈഫോക്കസിൻ്റെ ഈ ഒരു 4G റൗട്ടർ എന്ന് പറയാനായിട്ട് പറ്റും. ASR 1803L എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു റൗട്ടറിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റാം നോക്കുകയാണെങ്കിൽ 64 MB റാമാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾസോ 16 MB ഫ്ലാഷ് മെമ്മറി നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ പോർട്ടൽ കയറി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 192.168.0.1 എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ IP അഡ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കോൺഫിഗർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ബാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. FDD ബാൻഡ് നോക്കുകയാണെങ്കിൽ B1, B3, B5, B8 എന്നിങ്ങനെയുള്ള ബാൻഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ജിയോ, എയർടെൽ പോലുള്ള നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബാൻഡുകളാണ്. നമുക്ക് ബാൻഡുകളുടെ കാര്യം നമുക്കറിയാം, നമ്മൾ 5G സപ്പോർട്ട് ചെയ്യുന്ന ചില ഫോണുകളിൽ നമ്മൾ ആ 5G ഫോണുണ്ടായിട്ടും കാര്യമില്ല, ഈ പർട്ടിക്കുലർ ബാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് 5G ഫോണൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബാൻഡ് ഇഷ്യൂ നമുക്ക് പൊതുവേ നമ്മൾ കാണാറുണ്ട് അല്ലേ. ലൈക്ക് നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് നമ്മുടെ ഇവിടുത്തെ നെറ്റ്വർക്ക് പ്രൊവൈഡർ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിക്ക് ആ നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ജിയോ എയർടെലൊക്കെ യൂസ് ചെയ്യുന്ന ബാൻഡ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് FDD ബാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ TDD ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ ബാൻഡ് 38, 40, 41 പോലെയുള്ള ബാൻഡ്സൊക്കെ നമുക്ക് 40, 41 പോലെയുള്ള ബാൻഡ്സൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ചാനൽ വിഡ്സ് നോക്കുകയാണെങ്കിൽ 1 to 20 MHz വരെയുള്ള ചാനൽ വിഡ്ത്തുകൾ, പലതരത്തിലുള്ള ചാനൽ വിഡ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഓൾസോ 3GPP സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് തേർഡ് ജനറേഷൻ പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നൊരു റൗട്ടറാണ് ഈ ഒരു ഹൈഫോക്കസിൻ്റെ റൗട്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് FDDയുടെ കേസാണ്. അതിൻ്റെ ഒരു മാക്സിമം അപ്ലോഡിംഗ് സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലോഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 150 Mbps ആണ്. നമ്മൾ പറഞ്ഞ പോലെ മാക്സിമം സ്പീഡ് കിട്ടുന്നത് FDDയിലാണ്. 150 Mbps വരെ നമുക്ക് ഡൗൺലോഡിംഗ് സ്പീഡ് കിട്ടും, 50 Mbps വരെ നമുക്ക് അപ്ലോഡിംഗ് സ്പീഡ് കിട്ടും. ഈ TDDയുടെ കേസ് നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ച് കുറവാണ്, ദാറ്റ് ഈസ് 110 Mbps വരെ, ദാറ്റ് ഈസ് 110 Mbps വരെയാണ് നമുക്ക് ഡൗൺലോഡിംഗ് സ്പീഡ് കിട്ടുന്നത്. 10 Mbps വരെ നമുക്ക് അപ്ലോഡിംഗ് സ്പീഡ് കിട്ടും. ഇനി നമ്മൾ 3Gയുടെ കേസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് UMTSൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺലോഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് അബൌട്ട് 21 Mbpsഉം അപ്ലോഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 Mbps ആണ് നമുക്ക് പറയാൻ പറ്റും. 5 to 6 Mbps ആണ് ഇതിൻ്റെ ഒരു അപ്ലോഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. വൈഫൈ കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2.4 GHz ബാൻഡിലുള്ള വൈഫൈ ആണ് വന്നിട്ടുള്ളത്. 5 GHz ഇതിൽ അവൈലബിൾ അല്ല. 2.4 GHz എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ച് കിട്ടുന്ന സ്പീഡ് കുറവായിട്ടുള്ള 5 GHz കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് കുറവായിട്ടുള്ള വൈഫൈ ബാൻഡാണ് 2.4 GHz. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അവൈലബിൾ ആണ്. 1 മുതൽ 13 ചാനൽസ് വരെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇനി വൈഫൈ പ്രോട്ടോകോൾസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 802.11b/g/n എന്നിങ്ങനെയുള്ള വൈഫൈ പ്രോട്ടോകോൾസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ B എന്ന് പറയുന്നത് ഓൾഡർ, G എന്ന് പറയുന്നത് ഒരു മിഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, N എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. സോ നമ്മൾ B ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 11 Mbps ആയിരിക്കും. G എന്ന് പറയുന്നത് 54 Mbps വരെയും, N എന്ന് പറയുന്നത് 150 Mbps വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു വൈഫൈ കണക്ടിവിറ്റി സ്പീഡെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഡീറ്റെയിൽഡ് സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ പവർ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ DC വോൾട്ടേജ് കോൺഫിഗറേഷൻ, നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് DC 12 volt ആണ്. മാക്സിമം 1 amp കറണ്ടാണ് പറയുന്നത്. സോ പവർ എന്ന് പറയുന്നത് 12 watt ആയിരിക്കും. അതൊന്നും പറയേണ്ട കാര്യമില്ല. 12 volt 1 amp അഡാപ്റ്ററാണ്. അഡാപ്റ്റർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഒരു RJ45 ഉള്ള ഒരു കേബിൾ, ഒരു എതർനെറ്റ് കേബിളും നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ നമ്മുടെ ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൺബോക്സിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. 230 gram വെയിറ്റ് ആണ് ഡിവൈസിനുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിവൈസാണ്. പിന്നെ സൈസ് ഏകദേശം നിങ്ങൾക്ക് കണ്ടറിയാലോ, നല്ല കാണാൻ ഭംഗിയുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസുള്ള ഡിവൈസാണ്. ബാക്കിൽ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഓൾസോ ഒരു WPS ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് വൈഫൈ പ്രൊട്ടക്റ്റഡ് സെറ്റപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സിംപ്ലി നമ്മുടെ വീട്ടിലെ ഡിവൈസസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് പാസ്വേഡ് ഇല്ലാണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് WPS എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡിവൈസിലേക്ക് പാസ്വേഡ് ഇല്ലാണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് WPS എന്ന് പറയുന്നത്. ചില റൗട്ടറിൽ WPS പിന്ന് യൂസ് ചെയ്തിട്ടും കണക്ട് ചെയ്യാറുണ്ട്. ഇതിൽ ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ WPS ഫീച്ചർ നമുക്ക് അതിനുള്ളൊരു ബട്ടൺ നമുക്ക് ഈ ഒരു റൗട്ടറിൻ്റെ ബാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ
ഇത്രയാണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, ഇതിൻ്റെ സിമ്മ്, അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് പറയുന്നത് ഞാൻ ഓൺലൈനിൽ നോക്കി, നമ്മൾ ഓൺലൈനിൽ ഈ ഒരു സെയിം മോഡൽ നമ്പർ ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു R140 4G സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണുന്നുണ്ട്. പക്ഷേ അതിൽ കയറുമ്പോൾ ഇത്തരത്തിൽ 3 ലാൻഡ് പോർട്ടുള്ള ഒരു ഡിവൈസ് അല്ല നമുക്ക് കാണുന്നത്. ഒരു ലാൻഡ് പോർട്ടുള്ള മോഡലാണ് നമ്മൾ ഇതിൽ നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറ്റിയെങ്കിൽ ഞാൻ സോഴ്സ് ചെയ്ത് തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസ് വാങ്ങിയത് ഏകദേശം 2600-2700 രൂപയ്ക്കാണ് വാങ്ങിയത്. 2600 രൂപയ്ക്കാണെന്ന് തോന്നുന്നു. ഞാൻ ലോക്കലി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. സോ അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിവൈസാണ് ബേസിക്കലി ഈ ഒരു ഹൈഫോക്കസിൻ്റെ 4G റൗട്ടർ എന്ന് പറയാൻ പറ്റും. സ്പെസിഫിക്കേഷൻ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത്തരത്തിൽ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യണം, വീട്ടിൽ ചെയ്യണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, വയേർഡ് കണക്ഷൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി സിം ഇടുന്ന സാധനം പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്നത് CCTV, നമ്മുടെ ബസ്സിലേക്കുള്ള CCTV കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിമോട്ടായിട്ടുള്ള CCTV നെറ്റ്വർക്കിനൊക്കെയാണ് നമ്മൾ പൊതുവേ സിം ഇടുന്ന അത്തരത്തിലുള്ള റൗട്ടേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ളൊരു ഡിവൈസ് തന്നെയാണ് ഇത്. ഞാനും അത്തരത്തിലുള്ളൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു 3 ലാൻ ഔട്ടുള്ള ഈ ഒരു റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. സോ അത്രയാണ് പറയാനുള്ളത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.